തിരുവനന്തപുരത്ത് അഭിഭാഷകൻ മർദ്ദിച്ച കേസ്. പക്ഷെ അതിൻ്റെ അകത്ത് ഒരുപാട് സംശയങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇതിലെന്താണ് സംഭവിച്ചത്? ഇതിൻ്റെ അകത്ത് വസ്തുതകളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സത്യമല്ലാത്ത ചില കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ടോ എന്നുള്ള സംശയമെല്ലാം ഉണ്ട്. ശരിക്കും എന്തായിരിക്കും ഇതിൻ്റെ അകത്തൊരു ദുരൂഹത വരാൻ കാരണം? ഒന്ന്, ഇദ്ദേഹം ഒരു സീനിയർ അഭിഭാഷകൻ എന്ന് പറയാൻ പറ്റില്ല. ഈ ബേലിൽ ദാസ് ഒരു 10 വർഷം അല്ലെങ്കിൽ 15 വർഷത്തിൽ താഴെയുള്ളൂ. സീനിയർ അഭിഭാഷകൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 20-25 വർഷമായെങ്കിൽ മാത്രമേ സീനിയർ അഭിഭാഷകൻ എന്നൊരു അഭിഭാഷകനെ പറയാൻ സാധിക്കത്തുള്ളൂ. അതോടൊപ്പം തന്നെ ഇയാളൊരു എയർഫോഴ്സുകാരനാണ്. അപ്പം ഇയാളൊരു അഭിഭാഷകൻ്റെ സംസ്കാരമെന്ന് മാത്രം ഇയാളെ പറയാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ നമ്മൾ ഗൗരവമായി കാണേണ്ടത് ഈ പെൺകുട്ടി തന്നെ ആദ്യം മാധ്യമപ്രവർത്തകരോടൊക്കെ അടക്കം പറഞ്ഞപ്പം ഈ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട്, ഇതിനു മുമ്പ് ഗർഭിണിയായിരുന്ന സമയത്ത് ഈ പെൺകുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ട്. ഇദ്ദേഹം 6 അടി ഹൈറ്റുള്ള ആളാണ്, ഇദ്ദേഹം വളരെ ബ്രൂട്ടലായി പെരുമാറുന്ന ആളാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു അഭിഭാഷകനായിട്ടും ഈ പെൺകുട്ടി എന്തിനിവിടെ വീണ്ടും വർക്ക് ചെയ്തു എന്നുള്ളൊരു സംശയം, ഇപ്പം ഞങ്ങളൊന്നും അങ്ങനെ സംശയിക്കുന്നില്ലെങ്കിൽ പോലും സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് അത്തരത്തിലുള്ള സംശയം വരും. കാരണം ഗർഭിണിയായിരുന്നു, ഗർഭാവസ്ഥയിൽ ഒരു പെൺകുട്ടിയെ ജൂനിയറിനെ ഇത്രയും തരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റാണ്. ഇനിയിപ്പോൾ ഗർഭിണി അല്ലെങ്കിൽ പോലും ഒരു വനിത അഭിഭാഷകയായിക്കോട്ടെ, അവിടുത്തെ തൂപ്പുകാരി ആയിക്കോട്ടെ, അവിടുത്തെ സ്റ്റെനോ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, പക്ഷെ അതിനെ ഒരിക്കലും ഉപദ്രവിക്കാനുള്ള അവകാശം ഒരു അഭിഭാഷകൻ നല്ല ആർക്കുമില്ല. പക്ഷേ ഇക്കാര്യത്തിൽ ഇത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോഴും ഈ അഭിഭാഷക സമൂഹം ഒറ്റക്കെട്ടായി ഈ വനിതാ അഭിഭാഷകരുടെ ഒപ്പം തന്നെ നിന്നു. ഈ FIR ഇടുന്നതിന് മുമ്പ് തന്നെ തിരുവനന്തപുരം ബാർ അസോസിയേഷൻ ഈ വക്കീലിനെ സസ്പെൻഡ് ചെയ്തു. തിരുവനന്തപുരം ബാർ അസോസിയേഷൻ സസ്പെൻഡ് ചെയ്തു. തൊട്ടടുത്ത ദിവസം തന്നെ ബാർ കൗൺസിലിൻ്റെ പ്രത്യേക യോഗം കൂടി ഈ അഭിഭാഷകനെ പ്രാക്ടീസിൽ നിന്ന് വിലക്കി. അപ്പോൾ ഇത്രയൊക്കെ യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും, പ്രത്യേകിച്ച് ഓൺലൈൻ മാധ്യമങ്ങളല്ല, ദൃശ്യമാധ്യമങ്ങൾ, ഏഷ്യാനെറ്റാണ് ഇതിനകത്തിൽ ഏറ്റവും മുൻപന്തി നിന്നത്. ഏഷ്യാനെറ്റ് അടക്കമുള്ള ദൃശ്യമാധ്യമങ്ങൾ ഇപ്പോൾ അന്നു മുതൽ ഈ കേരളത്തിൽ അന്ന് ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിന് ശേഷമുള്ള സാഹചര്യമുണ്ട്. പലതരത്തിലുള്ള പ്രധാനപ്പെട്ട പല വാർത്തകളും ബ്രേക്ക് ചെയ്യേണ്ട സമയത്തും ഇതിൻ്റെ കംപ്ലീറ്റ് സെൻറ്റർ ഓഫ് അട്രാക്ഷനെ എവിടെയൊക്കെ കൊണ്ടുപോയി? തിരുവനന്തപുരം വഞ്ചൂർ കോടതിയുടെ പരിസരത്തോട്ട് കൊണ്ടുപോയി. അതിന് പിന്നിലുള്ള ഒരു സത്യസന്ധമായ ഒരു കാര്യമുണ്ട്. ഒരു സമയത്ത് തിരുവനന്തപുരം ബാറിലും ഹൈക്കോടതിയിലും ഒക്കെ തന്നെ, അല്ലെങ്കിൽ കേരളത്തിലെ പല സ്പോർട്സ് സെൻറ്ററുകളിലും ഈ അഭിഭാഷക മീഡിയ ഒരു ക്ലാഷ് ഉണ്ടായിരുന്നു. ആ വിരോധമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ പലപ്പോഴും എന്തിനു വെച്ച് പ്രവർത്തിക്കൊണ്ടിരിക്കുന്നതും ഇക്കാര്യത്തിൽ വെച്ച് പ്രവർത്തിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, നമ്മളൊരു കാര്യം, കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകനെ, തിരുവനന്തപുരത്തെ ഒരു IAS-കാരനായ ഒരു ഡോക്ടറായിരുന്ന IAS-കാരൻ, ആ IAS-കാരൻ രാത്രിയിൽ അമിതമായ മദ്യാസക്തിയിൽ വണ്ടി ഇടിച്ച് കൊലപ്പെടുത്തി. ആ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഈ മാധ്യമപ്രവർത്തകരുടെ ഈ ആവേശം ഇവിടെ പോയി. നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. തന്നെയുമല്ല, അതിനകത്ത് ഏറ്റവും വലിയ വിരോധാഭാസം, ഈ മാധ്യമപ്രവർത്തകനെ കൊല ചെയ്യപ്പെട്ടതിന് ശേഷം ഇയാളൊരു ഡോക്ടറായിരുന്നു എന്നുള്ളതിൻ്റെ പുറത്ത്, ഒരു IAS-കാരനായിരുന്നു എന്നുള്ളതിൻ്റെ പുറത്ത് ഈ ഡോക്ടർമാർ അദ്ദേഹത്തിന് മെഡിക്കൽ കോളേജിൻ്റെ എല്ലാവിധമായ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. പോലീസ് അയാളെ വേണ്ട വഴിവിട്ട് സഹായിച്ചു. അപ്പം നമ്മൾ ഇതിനെയൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടാണ് ഈ വിഷയത്തിന് ഇത്രയും അമിത പ്രാധാന്യം മാധ്യമങ്ങൾ കൊടുത്തത്. നമുക്കറിയാം, കേരളത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പ്രതികളായിട്ടുള്ള കേസുകൾ, ഇപ്പം മുഹമ്മദ് യാസിനും വിജയ് സാക്കറയും പ്രതികളായിട്ടുള്ള ഒരു കേസുണ്ടായിരുന്നു, പുത്തൂരിലെ സമ്പത്ത് കസ്റ്റഡി മർദ്ദന കേസ്. ആ സമ്പത്ത് കസ്റ്റഡി മർദ്ദന കേസിൽ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഈ 2 IPS ഉദ്യോഗസ്ഥന്മാരാണ് ഇയാളെ പാറാവിൽ നിന്ന പോലീസുകാരുടെ മുമ്പിൽ വെച്ച് സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ മുമ്പിൽ വെച്ച് ഇയാളെ പിടിച്ചുകൊണ്ട് പോകുന്നത്, ഇയാളെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയി കേരളത്തിന് പുറത്ത് കൊണ്ടുപോയി മൃഗീയമായി കൊലപ്പെടുത്തിയതിന് ശേഷമാണ് ഇയാളെ തിരിച്ച് പാലക്കാട് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നത്. അവരെ IPS അസോസിയേഷൻ പ്രൊട്ടക്ട് ചെയ്തില്ലേ? അതോടൊപ്പം തന്നെ കേരളത്തിൽ ഫോർട്ട് ഉദയകുമാർ വധക്കേസിലെ പ്രതികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, കോൺസ്റ്റബിൾ മുതൽ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹികളായിരുന്നവരെ വരെ പല ഘട്ടങ്ങളിൽ, വാരാപ്പുഴ ശ്രീജിത്തിൻ്റെ കേസിലാണെങ്കിലും പീരുമേട് രാജ്കുമാറിൻ്റെ കേസിലാണെങ്കിലും നിരവധി കേസുകളിൽ, നെയ്യാറ്റിൻകരയിലെ കേസിലാണെങ്കിലും ഫോർട്ട് ഉദയകുമാറിൻ്റെ കേസിലാണെങ്കിലും ഒക്കെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ സംരക്ഷിച്ചു എന്ന് മാത്രമല്ല, പരസ്യമായി പണപ്പിരിവ് നടത്തി സംരക്ഷിച്ചു. അവിടെ മാധ്യമപ്രവർത്തകരുടെ ആർജവം എവിടെ പോയി? അപ്പോൾ മാധ്യമപ്രവർത്തകർ പലപ്പോഴും ടാർഗറ്റഡ് ആണ്. അഭിഭാഷകർക്കെതിരെ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ അതിനെ അമിതമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട്, പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് ഇക്കാര്യത്തിൽ യഥാർത്ഥ മാധ്യമ ധർമ്മമല്ല കാണിക്കുന്നത്. പലപ്പോഴും മറ്റു വിഷയങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അവർ ഈ വിഷയത്തിൽ
പിന്നെ അവർക്ക് ചില പകയോടെ സമീപിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർ ചില ആസ്ഥാന അഭിഭാഷകരായിട്ട് അവരെ രണ്ടുപേരെ വെച്ചിട്ടുണ്ട്. ഒരു ആശാ ഉണ്ണിത്താനും ഒരു TB ബിനിയും. ഇവർ രണ്ടുപേരെ കൊണ്ടൊന്ന് പറയിപ്പിക്കുകയാണ്. അത് ഇവർ പറയിച്ചിൽ കേട്ട് കഴിഞ്ഞാൽ അഭിഭാഷക വർഗത്തെ തന്നെ മൊത്തത്തിൽ ആക്ഷേപിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, 5 വർഷം നിയമം പഠിച്ച ഒരു നിയമ വിദ്യാർത്ഥി എൻറോൾ ചെയ്ത ഒരു വക്കീൽ ഓഫീസിലെത്തുമ്പോൾ ആ അഭിഭാഷകൻ, സീനിയർ അഭിഭാഷകൻ, അയാൾ എത്ര പ്രഗത്ഭനാണെങ്കിലും ഈ അഭിഭാഷകയോട് വളരെ മാന്യമായിട്ടാണ് പെരുമാറുന്നത്. കാരണം നിയമം അറിയാവുന്ന ഒരാളാണ്. നമ്മൾ സാധാരണക്കാരിയല്ല. സിനിമാ മേഖലയിൽ വരുന്നവണക്കോ മാധ്യമ മേഖലയിൽ വരുന്നവണക്കോ അല്ല. ഓരോ കേസിനെ പറ്റിയും അതിൻ്റെ പഴുതുകളെ പറ്റിയും അതിന് വ്യക്തമായി പഠിച്ചിട്ട് വരുന്ന ഒരു മികച്ച അഭിഭാഷകയാണ് ഈ വക്കീലിൻ്റെ കീഴിൽ ജൂനിയറായിട്ട് എത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അഭിഭാഷകൻ ഇനിയും അഥവാ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബഹുമാനക്കുറവ് ഉണ്ടെങ്കിൽ പോലും ഒരിക്കലും ഈ വനിതാ അഭിഭാഷകയോട് അത് പെരുമാറത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിയമം അറിയാവുന്ന ആളാണ്. നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരിടത്ത് ഇത്തരത്തിലുള്ളൊരു പീഡനം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ഉപദ്രവം ഏറ്റു എന്ന് പറയുമ്പോൾ അതിലെന്തൊക്കെയോ ചില നമ്മൾ കേൾക്കാത്ത ആ വനിതാ അഭിഭാഷകയോട് സത്യത്തിൽ ഐക്യദാർഢ്യമുണ്ട്. ഒരിക്കലും ആ ബെയിൽ ദാസ് എന്ന് പറയുന്ന അഭിഭാഷകൻ കാണിച്ചത് ഒരിക്കലും അക്ഷന്തവ്യമായ തെറ്റാണ്. അതിന് മാപ്പർഹിക്കുന്ന തെറ്റല്ല. പക്ഷേ എങ്കിലും ഇതിനകത്ത് ചില ദുരൂഹതകൾ എവിടൊക്കെയോ ഉണ്ട്. കാരണം അയാൾക്ക് പരിക്ക് പറ്റിയിരുന്നു. അയാൾ ഒരു ഹോസ്പിറ്റലിൽ പോയി ഫസ്റ്റ് എയ്ഡ് ചെയ്തിട്ടുണ്ട്. അതൊരു ഏഷ്യാനെറ്റ് ആദ്യമേ തന്നെ പ്രഖ്യാപിച്ചു. അത് വിനു വിജോൺ ആദ്യമേ തന്നെ പറഞ്ഞു ഇത് ഡിഫൻസിന് വേണ്ടിയാണ്. അതെങ്ങനെ അറിയാൻ കഴിയും? എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഏഷ്യാനെറ്റിൽ തൊഴിൽ പീഡനം നടന്നിട്ടില്ലേ? അതെ, മറ്റു മാധ്യമ സ്ഥാപനങ്ങൾ തൊഴിൽ പീഡനം നടന്നിട്ടില്ലേ? ഈ വനിതകളായിട്ടുള്ള ഒരു നിൽക്കുന്ന പല തൊഴിലിടങ്ങളിലും അത് പോലീസിലുണ്ട്, അത് മാധ്യമ സ്ഥാപനങ്ങളിലുണ്ട്, സിനിമാ മേഖലയിലുണ്ട്, അങ്ങനെ പല ഗ്ലാമർ ഇൻഡസ്ട്രികളിലെല്ലാം കൂടുതലാണ്. അല്ലാത്തടത്തത് താരതമ്യേന കുറവാണ് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് ഏകപക്ഷീയമായ രീതിയിൽ വളരെ 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 മോശമായി ഈ അഭിഭാഷക സമൂഹത്തെ എത്രയോ പെൺകുട്ടികൾ ജൂനിയറായി ഒരു ഓഫീസിലെത്തി ആ സീനിയറിൻ്റെ സഹായത്താൽ സീനിയറിൻ്റെ ഭാഗത്തു നിന്ന് വേണ്ട പ്രോത്സാഹനം കിട്ടി ജുഡീഷ്യറിയിൽ കയറിയിട്ടുണ്ട്. കേരളത്തിലെ ജുഡീഷ്യറിയിൽ ഇന്ന് ഇരിക്കുന്ന ന്യായാധിപകളായിട്ടുള്ള അവരെല്ലാം ഒരു സീനിയറിൻ്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവരല്ലേ? ഇതിനെയൊക്കെ കണ്ടില്ല എന്നടിച്ചുകൊണ്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള ചില ഒരു 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 മോശമായ പ്രവണതയാണ് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മുഖ്യധാര മാധ്യമങ്ങൾ എന്ന് പറയുന്നവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇങ്ങനൊരു കേസ് വരുന്നു, സ്വാഭാവികമായിട്ടും ആ കേസ് അതിൻ്റെ നിയമവശങ്ങളിൽ കൂടിയാണ് പോകുന്നത്. പക്ഷേ മാധ്യമങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ മുഖ്യധാര ദൃശ്യമാധ്യമങ്ങൾ ആദ്യമേ വിധി എഴുതുകയാണ്, വിധി പ്രഖ്യാപിക്കുക, ഇതാണ് സംഭവിച്ചത് എന്നുള്ളത്. എന്തുകൊണ്ട് ഈ വക്കീലന്മാരുടെ മേഖലയോട് അല്ലെങ്കിൽ അഭിഭാഷകരോട് ഇങ്ങനെ ഒരു ശത്രുത പുലർത്തുന്നു എന്ന് വെച്ചാൽ ഈ വഞ്ചിയൂർ പണ്ട് നടന്ന ഒരു അടിയുടെ ഭാഗമായിട്ടാണ്. അത് എറണാകുളത്തുണ്ടായ ഒരു വിഷയത്തിൻ്റെ തുടർച്ച. പക്ഷേ എറണാകുളത്ത് പോലും അത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. എറണാകുളത്തെ അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും ഇന്ന് ഒരുമിച്ച് പോകുന്നുണ്ട്. പക്ഷേ യാതൊരു പ്രശ്നങ്ങളും അവിടെ ഏതാണ്ടൊക്കെ പരിഹരിക്കപ്പെട്ടു. പിന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ദൃശ്യമാധ്യമ പ്രവർത്തകർക്ക് സംഭവിച്ച അപജയം, അവർ പലപ്പോഴും വാർത്തകളെ പലപ്പോഴും വളച്ചൊടിച്ചും തെറ്റായ രീതിയിലും, അപ്പം ഒരു സംഭവം ഒരു കുറ്റകൃത്യം ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ മനോരമ ന്യൂസിലെ അന്തിച്ചർച്ചക്കാരും മറ്റ് ഏഷ്യാനെറ്റ് അടക്കമുള്ള അന്തിച്ചർച്ചക്കാർ അവർ അപ്പം തന്നെ വിധി എഴുതുകയാണ്. സത്യത്തിൽ ജുഡീഷ്യറിയുടെ ആവശ്യം പോലും ഇല്ല എന്നുള്ളതാണ് ആര് പറയുന്നത്? ഈ രാത്രിയിൽ 8 മണി സമയം 7 മണിക്ക് തുടങ്ങുന്ന രാത്രി 11 മണി വരെ നീണ്ടുന്ന ചർച്ചക്കാർ പറയുന്നത് അവരാണ് വിധി കൽപ്പിക്കുന്നത്. ഇപ്പം ദിലീപിൻ്റെ കേസിലാണെങ്കിലും സിദ്ദിഖിൻ്റെ കേസിലാണെങ്കിലും ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ സംബന്ധിച്ചാണെങ്കിലും തിരുവനന്തപുരത്ത് വഞ്ചിയൂരിലെ സംഭവമാണെങ്കിലും കേരളത്തിലെ എല്ലാ വിഷയങ്ങളിലും പണ്ഡിത ശ്രേഷ്ഠർ ഇവർ പറയുന്ന നിയമങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞാൽ സത്യത്തിൽ നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് ഈ നമുക്ക് തന്നെ ചിരിയല്ല വരുന്നത്. നമുക്ക് ഇത് എന്തിന് ജീവിക്കുന്നത് പോലും ചിന്തിച്ചു പോകും. കാരണം അത്രമാത്രം മ്ലേച്ഛമായിട്ടാണ് ഇവർ പറയുന്നത്. ഇവർ പറയുന്നതിന് യാതൊരു യുക്തിസഹജമായ കാര്യങ്ങളുമല്ല പറയുന്നത്. ഇവർ പറയുന്നത് ഒരു പ്രതിക്ക് ഡിഫൻസ് എടുക്കാൻ. ഇപ്പോൾ ഒരു കേസിനകത്ത് കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പറയുന്നത് അഭിഭാഷകരെല്ലാം കൂടി ഇപ്പം ഇനി രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇവർ പ്രതികളായിട്ടുള്ള കേസുകളിൽ രക്ഷിക്കേണ്ടത് ആരാണ്? അഭിഭാഷകരല്ലേ? കേരളത്തിൽ എത്രയോ മാധ്യമ പ്രവർത്തകർ ദുരൂഹ സാഹചര്യങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവരുടെ കുടുംബത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ മാധ്യമ പ്രവർത്തകർ ആരെങ്കിലും വന്നിട്ടുണ്ടോ? പിന്നെ പലപ്പോഴും കേരളത്തിലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ വലിയ വൻകിട മുതലാളിമാർ, വൻകിട ഭൂവുടമകൾ, വൻകിട സമ്പന്നന്മാർ പ്രതികളായിട്ടുള്ള കേസുകൾ ഈ മാധ്യമ സ്ഥാപനങ്ങൾ ഏതെങ്കിലും
ഓൺലൈൻ മാധ്യമങ്ങൾ അഴികെയല്ലാത്ത സ്ഥാപനങ്ങൾ ഏതെങ്കിലും മാധ്യമ ധർമ്മം കാണിച്ചിട്ടുണ്ടോ? ഒരിക്കലും മാധ്യമധർമ്മം കാണിച്ചിട്ടില്ല. പരസ്യത്തിൽ നിന്ന് കിട്ടുന്ന കോടിക്കണക്കിന് രൂപ വരുമാനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവരെല്ലാം ചെയ്യുന്നത് എന്താണ്? അവരെ വെള്ളപൂശാൻ ശ്രമിക്കും. എത്രയോ വാർത്തകൾ ഈ മാധ്യമങ്ങൾ, ഈ പ്രമുഖ ദൃശ്യമാധ്യമങ്ങൾ റേറ്റിംഗിൽ 1-ാം സ്ഥാനത്ത്, റേറ്റിംഗിൽ ഞങ്ങൾ 2-ാം സ്ഥാനത്ത്, 2-ൽ നിന്ന് ഞങ്ങൾ 1-ലേക്ക്, 3-ൽ നിന്ന് ഞങ്ങൾ 1-ലെത്തി എന്ന് പറയുന്നവർ, അതെല്ലാം ഇവരുടെയൊക്കെ ഒരു പിന്നാമ്പുറ കഥകൾ എന്താണ്? ഇവരുടെയൊക്കെ പിന്നാമ്പുറ കഥകൾ പരിശോധിച്ചാൽ വളരെ ജീർണിച്ച് നാറുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ കേരളത്തിൽ മാതൃകാപരമായിട്ടാണ് ഇക്കാര്യത്തിൽ ഈ വനിതാ അഭിഭാഷകരുടെ ഒപ്പം തന്നെയാണ് ഇപ്പോഴും അഭിഭാഷക സമൂഹം നിൽക്കുന്നത്. ഇവരെ ഇയാളുടെ പേരിൽ നടപടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്, ഇതിൽ ചില ദുരൂഹതകൾ ഇനിയും ബാക്കി അവശേഷിക്കുന്നുണ്ട് എന്ന് ചിലപ്പോൾ നമുക്ക് സംശയിച്ചാൽ അതിനെ തെറ്റു പറയാൻ പറ്റില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.